അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ ഏറ്റവും നന്നായി പഠിച്ച് അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. സൂറത്ത് ദുഖാനിലെ 7 മുതൽ 13 വരെയുള്ള സൂക്തങ്ങളാണ് ഇന്നീ ക്ലാസ്സിലൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. ഹാമീം കൊണ്ട് ആരംഭിക്കുന്ന അധ്യായമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ തെളിഞ്ഞ വേദം അതൊരനുഗ്രഹീത രാവിലാണ് നാം ഇറക്കിയത്. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ നാം ഉദ്ദേശിച്ചിരുന്നു. സകല കാര്യങ്ങളും എൻ്റെ പക്കൽ നിന്നുള്ള ശാസനയാൽ യുക്തിയുക്തമായി തീരുമാനിക്കപ്പെടുന്ന രാവായിരുന്നു അത്. അള്ളാഹുവിൻ്റെ ശാസന വളരെ യുക്തിയോടുകൂടിയാണ് എന്ന് വളരെ കൃത്യമായി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹു പറയുന്നു, നാം ദൈവദൂതനെ നിയോഗിച്ചിരിക്കുന്നു നിൻ്റെ നാഥൻ എന്നുള്ള അനുഗ്രഹമായിക്കൊണ്ട്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. പിന്നീട് അള്ളാഹു പറയുന്നു, റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമ. ആകാശഭൂമികളുടെ റബ്ബായിട്ടുള്ളവൻ, അവയ്ക്കിടയിലുള്ളതിൻ്റെയും റബ്ബാണവൻ. ഇൻകുന്തും മുക്മിനീൻ, ഇൻകുന്തും മൂക്കിനീൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൃഢവിശ്വാസമുള്ളവരാണ് എങ്കിൽ. പ്രവാചകനെ നിശ്ചയിച്ചവൻ, ഖുർആൻ അവതരിപ്പിച്ചവൻ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് പറയുകയാണ്. യഥാർത്ഥത്തിൽ മക്കയിലെ നിഷേധികൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അഥവാ ഉടമയും പരിപാലകനും അള്ളാഹു തന്നെയാണെന്ന് സമ്മതിച്ചിരുന്നു. അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലല്ലെങ്കിൽ പോലും അവരോട് പറയുന്നു, മനുഷ്യൻ്റെ മാർഗദർശനത്തിന് വേണ്ടി ഒരു ദൂതനെ നിയോഗിക്കുകയും വേദം അവതരിപ്പിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും താല്പര്യമാണ്. ഇനി നിങ്ങൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്നവരാണ് എങ്കിൽ, അഥവാ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ, വെള്ളം നൽകുന്നവൻ, വെളിച്ചം നൽകുന്നവൻ എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ അവൻ്റെ അവകാശമാണ് അവനെ അനുസരിക്കുക, അവനെ നിങ്ങൾ ഉടമയായി അംഗീകരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ ദൈവം എന്നതുകൊണ്ട് ഉദ്ദേശം ഇബാദത്തിന് അഥവാ അടിമപ്പെടലിനും ആരാധനയ്ക്കും അനുസരണത്തിനും അർഹനായവൻ അള്ളാഹു മാത്രമാണ് എന്നാണ്. ലാ ഇലാഹ ഇല്ലാഹുവ യുഹ്യി വ യുമീത്ത്. അള്ളാഹു അല്ലാതെ ദൈവമില്ല. ജീവിതം നൽകുന്നത് അവനാണ്, മരണമേകുന്നതും അവൻ തന്നെയാണ്. നിങ്ങൾ എത്ര തന്നെ അള്ളാഹുവിൻ്റെ സത്തയെ അല്ലെങ്കിൽ ഗുണഗണങ്ങളെ, അവൻ്റെ നിർദ്ദേശങ്ങളെ തള്ളിപ്പറഞ്ഞാലും അവനല്ലാതൊരു ആരാധ്യനില്ലെന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്നും നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടെന്നാൽ നിർജീവമായൊരു വസ്തുവിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ചവൻ അവനാണ്. എത്ര കാലം നിങ്ങൾ ഓരോരുത്തരും ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നവൻ അള്ളാഹുവാണ്. നിങ്ങളെത്ര തന്നെ നിഷേധം കൈക്കൊണ്ടാലും ഒരാളുടെ ആയുസ്സ് എത്തിക്കഴിഞ്ഞാൽ, മരണം സുനിശ്ചിതമായി കഴിഞ്ഞാൽ ഒരു തരി പോലും നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അള്ളാഹുവിനെ ആരാധിക്കുകയല്ലാതെ മറ്റുള്ളവരെ ആരാധിക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ മറ്റുള്ളവരെ കൂടി പങ്കു ചേർക്കുക എന്ന് പറയുന്നത് യുക്തിവിരുദ്ധമാണ്. കാരണം അവർക്കൊന്നും ഒരു ശക്തിയുമില്ല എന്നത് കൃത്യമായ കാര്യമാണ്. പിന്നീട് അള്ളാഹു പറയുന്ന കാര്യം, റബ്ബുക്കും റബ്ബു ആബായിക്കുമുൽ അവ്വലീൻ. ആ അള്ളാഹു നിങ്ങളുടെയും നിങ്ങളുടെ മൺപറഞ്ഞ പൂർവികരുടെയും റബ്ബാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ ആരാധ്യരാക്കുന്നതിൽ അവർ പറയുന്നൊരു ന്യായം, ഞങ്ങളുടെ പൂർവികർ ഇങ്ങനെ ചെയ്തിരുന്നല്ലോ എന്നാണ്. പൂർവികരുടെയും റബ്ബ് അള്ളാഹുവാണ്. അവരും ആരാധിക്കേണ്ടിയിരുന്നത്, അനുസരിക്കേണ്ടിയിരുന്നത്, അടിമപ്പെടേണ്ടിയിരുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അവരെന്തെങ്കിലും അരുതായ്മകൾ, അറിവില്ലായ്മകൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യേണ്ടവരാണോ? അല്ലല്ലോ. നിങ്ങളുടെ റബ്ബിനെ അനുസരിക്കുകയും ആരാധിക്കുകയും അടിമപ്പെടുകയുമാണ്
നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലായിരുന്നു പൂർവികർക്കും നിർബന്ധമായത്. കാരണം അവൻ മാത്രമാണ് അവരുടെ റബ്ബ്. പക്ഷെ അവരത് ചെയ്തില്ലെങ്കിലും ഇതരന്മാർക്കുള്ള ആരാധകനെല്ലാം വെടിഞ്ഞ് അവനെ മാത്രം ആരാധിക്കുക നിങ്ങൾക്ക് നിർബന്ധമാണ്. കാരണം അള്ളാഹു മാത്രമാണ് നിങ്ങളുടെയും റബ്ബ്. അതുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. ഇബാദത്ത് എന്നത് കേവലമായിട്ടുള്ള ചില പൂജകളും പ്രാർത്ഥനകളും നൽകലല്ല. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന് വഴിപ്പെട്ട് അവൻ്റെ അടിമയായി ജീവിക്കണം. ആരാധനകൾ പ്രാർത്ഥനകൾ അവനോട് മാത്രമായിരിക്കണം. പിന്നീട് അള്ളാഹു സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വാസ്തവത്തിൽ ഇക്കൂട്ടർക്കൊരു ഉറപ്പുമില്ല. ബൽഹും ഫിഷക്കിൻ എൽ അബൂൻ എന്നല്ല, ഇവർ സന്ദേഹത്തിൽ വിനോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്ദേഹമാണ് ഇവരുടെ കൈമുതൽ. അതിലവരൊരു ആനന്ദം കണ്ടെത്തുന്നു. ഇവിടെ നമ്മൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, നാസ്തികർ, ബഹുദൈവവിശ്വാസികൾ, ഇവരെല്ലാം സ്വന്തം ചിന്തയെക്കുറിച്ച് ആലോചിച്ചാൽ ഒരു ഉറപ്പുമില്ലാത്തൊരു ജീവിതം. നമ്മൾ എന്തിനാണ് ദൈവത്തെ നിഷേധിക്കുന്നത്? അറിഞ്ഞുകൂടാ. അവിടെ ദൈവത്തെ കളിയാക്കുക, മതവിശ്വാസികളെ പരിഹസിക്കുക, പുച്ഛിക്കുക എന്നതിൻ്റെ എല്ലാം അടിസ്ഥാനം ഭൗതിക ജീവിതത്തിൽ പരമാവധി സുഖിക്കണം, ആനന്ദിക്കണം എന്നു മാത്രമാണ്. അവർ എത്ര തന്നെ വാദിച്ചാലും ജീവിതത്തിൽ ചെറിയ ഒരു സംഗതി മുതൽ വലിയൊരു സംഗതി വരെ അതിൻ്റെ സൃഷ്ടിപ്പിൽ മറ്റൊരാൾക്കും പങ്കാളിത്തമില്ല. ഉദാഹരണത്തിന് ഒരു മൺതരി തൊട്ട് സൗരയൂഥത്തിലെ വലിയ വലിയ പ്രാപഞ്ചിക അത്ഭുതങ്ങൾ വരെ, അതുപോലെ തന്നെ ഒരു പുൽക്കടി തൊട്ട് മനുഷ്യ സൃഷ്ടിപ്പ് വരെയുള്ള അത്ഭുതങ്ങളായിട്ടുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ആരാണിത് സൃഷ്ടിച്ചത്? വളരെ വ്യവസ്ഥാപിതമായി പ്രപഞ്ചത്തെ സംവിധാനിക്കുന്നവൻ. മഴ, വെള്ളം, വെളിച്ചം, സൂര്യൻ്റെ സഞ്ചാരം, ചന്ദ്രൻ്റെ സഞ്ചാരം, നക്ഷത്രങ്ങളുടെ നിലനിൽപ്പ് തുടങ്ങി അത്ഭുതങ്ങളായിട്ടുള്ള ഈ പ്രാപഞ്ചിക സംവിധാനങ്ങൾ ഒരുക്കിയവൻ അള്ളാഹു മാത്രമാണ്. ഈ സന്ദേഹങ്ങൾ കൊണ്ട് പിന്നെ എന്താണ് അവർക്കുള്ള നേട്ടമെന്ന് ചോദിച്ചാൽ, ഈ നിഷേധത്തിലൂടെ, ഈ സന്ദേഹത്തിലൂടെ ഒരാത്മരതി അവരനുഭവിക്കുന്നു എന്ന് മാത്രമാണ്. ഈ കാലത്തും ദൈവത്തെ നിഷേധിക്കുന്നവർ, നാസ്തികരായ ആളുകൾ, അവർ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഇസ്ലാമിനെ ആയിരിക്കും. എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ വിമർശനത്തിൽ ഒരാത്മസുഖം, ഒരാത്മരതി അവരനുഭവിക്കുന്നു എന്നത് മാത്രമാണ്. ഒരു പണ്ഡിതൻ ദൈവനിഷേധിയായൊരു മനുഷ്യനോട് നടത്തിയൊരു സംവാദം ഇങ്ങനെയാണ്. ഒരാൾ പരലോകത്തിൽ വിശ്വസിക്കുന്നേയില്ല. തൻ്റെ സുഹൃത്തായ ആ മനുഷ്യനോട് മതപണ്ഡിതനായ സുഹൃത്ത് പറഞ്ഞത്, ഞാനും നീയും മരിക്കും. മരണശേഷം നമ്മുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യുന്ന ഒരു നാളുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു അഥവാ ദൈവം പരിശോധിക്കും. നന്മയാണ് കൂടുതലെങ്കിൽ സ്വർഗം ലഭിക്കും, തിന്മയാണ് കൂടുതലെങ്കിൽ നരകം ലഭിക്കും. അതുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ടായിരിക്കണം ഭൗതിക ജീവിതത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണം, നന്മയുടെ മാർഗത്തിൽ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കണം. ഇതൊക്കെയാണ് എൻ്റെ മതം, ആദർശം എന്നെ പഠിപ്പിക്കുന്നത്. നിൻ്റെ ആദർശം അദ്ദേഹം പരിഹസിക്കുന്നു. എനിക്ക് അങ്ങനെയൊരു വിശ്വാസമേയില്ല. പരലോകം, ദൈവിക വിചാരണ എന്നൊക്കെ ഭയപ്പെടുത്താനുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ഭൂലോകത്ത് നമ്മൾ പരമാവധി ആസ്വദിച്ച് ജീവിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കൺസെപ്റ്റ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഞാൻ പറയുന്നതല്ല, നീ പറയുന്നതാണ് ശരിയെങ്കിൽ ഓക്കെ, സമ്മതിക്കുന്നു. മരണശേഷം ഒരു ജീവിതമില്ല, എനിക്കോ നിനക്കോ യാതൊരു നഷ്ടവുമില്ലല്ലോ. ഞാനും മരിക്കുന്നു, നീയും മരിക്കുന്നു. എൻ്റെ പ്രവൃത്തിയിൽ ഞാൻ സന്തോഷം കാണുന്നു, നിൻ്റെ പ്രവൃത്തിയിൽ നീയും സന്തോഷം കാണുന്നു. രണ്ടുപേരും മരിക്കുന്നു, മറ്റൊരു ജീവിതമില്ല എങ്കിൽ ഓക്കെ, അങ്ങനെയാവാം. ഇനി ഞാൻ പറയുന്നതാണോ ശരിയെങ്കിൽ, മതപണ്ഡിതനായ ഒരാൾ ചോദിക്കുന്നു, ഞാൻ പറയുന്നതാണ് ശരിയെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ദൈവത്തിൻ്റെ വിചാരണയെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ഒരുപാട് നന്മകൾ ചെയ്യുന്നു. ആ വിചാരണയിൽ ഞാൻ വിജയിക്കുകയും എനിക്ക് സ്വർഗം ലഭിക്കുകയും ചെയ്തു. നീ ദൈവത്തെ ഓർത്തില്ല, ദൈവകൽപ്പനകൾ പാലിച്ചില്ല, ദൈവത്തിൻ്റെ വിചാരണയെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. അങ്ങനെ ദൈവിക കോടതിയിലെത്തുമ്പോൾ അങ്ങനെ ഒരു വിചാരണയുണ്ട് എങ്കിൽ എന്തായിരിക്കും നിൻ്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ നിഷേധിയായ മനുഷ്യന് ഉത്തരം മുട്ടിപ്പോകുന്നതാണ്. പരലോക ജീവിതത്തെക്കുറിച്ചും ദൈവിക അധ്യാപനങ്ങളെക്കുറിച്ചുമുള്ള
മനോഹരമായ ചില ഓർമ്മപ്പെടുത്തലുകളാണ് തുടർന്നു വരുന്നത്. അള്ളാഹു പറയുന്നു, ഫർത്തഖിബ് യൗമ നഅതി സമാഉ ബിദുഖാനി മുബീൻ. ഫർത്തഖിബ്, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. യൗമ തഅതി സമാഉ ബിദുഖാനി മുബീൻ, ആകാശം വ്യക്തമായ പുകയുമായി വരുന്ന നാൾ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. യഗ്ഷന്നാസ്, അത് ജനത്തെ മൂടുന്നു. ഹാദാ അദാബുൻ അലീം, ഇതാണ് നോവേറിയ പീഡനം. അപ്പോൾ അവർ വിലപിക്കും, കരഞ്ഞുകൊണ്ട് പറയും, റബ്ബനക്ഷിഫ് അന്ന അൽ അദാബ ഇന്നാ മുഅ്മിനൂൻ. നാഥാ, ഞങ്ങളിൽ നിന്ന് ഈ ശിക്ഷ നീക്കിത്തരണം, ഞങ്ങൾ വിശ്വസിക്കാം. അന്നാ ലഹുമു ദിക്റ വഖദ് ജാഅഹും റസൂലുൻ മുബീൻ. അവരുടെ അടുക്കൽ തെളിഞ്ഞ ദൈവദൂതൻ ചെന്നിരുന്നല്ലോ, ഇവരുടെ ബോധശൂന്യത എങ്ങോട്ടകന്നു പോകുന്നു. ഇവിടെ പ്രവാചകനെക്കുറിച്ച് പറയുന്നത് റസൂലുൻ മുബീൻ എന്നാണ്. തെളിഞ്ഞ ദൈവദൂതൻ എന്നതിന് രണ്ടാശയമുണ്ട്. ഒന്ന്, അദ്ദേഹം ദൈവദൂതനാണെന്ന കാര്യം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലൂടെയും സ്വഭാവചര്യകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും തികച്ചും വ്യക്തമായ കാര്യമാണ്. രണ്ട്, യാഥാർത്ഥ്യങ്ങൾ തുറന്ന് വിശദീകരിക്കുന്നതിൽ അദ്ദേഹം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നാണ്. റസൂലും മുബീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സയ്യിദ് അബുൽ ആല മൗദൂദ് സാഹിബ് വളരെ വ്യക്തമായി ഇക്കാര്യം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഖുർആനിക ആശയങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു ഖുർആനിലൂടെ നൽകിയ കാര്യങ്ങളെക്കുറിച്ച് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാനും ഖുർആനിലേക്ക്, അതിൻ്റെ ആശയങ്ങളിലേക്ക് ആഴത്തിൽ പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കണം. പടച്ചവൻ നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.